സയ്യിദ് തറവാട്ടിലെ കാരണവർ സയ്യിദ് അലി ബാഫക്കീഹ് തങ്ങൾ എഴുതുന്നു, ആദർശ ധീരനായിരുന്നു ചിത്താരി. കണ്ണിയത്തടക്കമുള്ള സാഗര സമാനരായ പണ്ഡിത ജ്യോതിസ്സുകളിൽ നിന്നും അറിവ് നേടി പ്രഭാഷണ മികവും പണ്ഡിതോചിത ഇടപെടലുകളും കൊണ്ട് പ്രസിദ്ധനായ ചിത്താരിയിലെ മുദർരിസായ ഹംസ മുസ്ലിയാരെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ നാട്ടിലെ മതപ്രഭാഷണ വേദിയിൽ ഉസ്താദിനെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ നേരിട്ട് വീട്ടിൽ ചെന്ന് ക്ഷണിച്ചു. അന്ന് തുടങ്ങിയ പരിചയം ജീവിതത്തിലുടനീളം നീണ്ടുനിന്ന വളരെയടുത്ത ആത്മബന്ധമായി വളരുകയായിരുന്നു. സയ്യിദുമാരോട് അദ്ദേഹത്തിന് വളരെ വലിയ ബഹുമാനവും സ്നേഹവും ആയിരുന്നു. ചെറിയ മുതഅല്ലിമീങ്ങളായ സയ്യിദുമാർ പോലും ആ സ്നേഹവും ആദരവും അനുഭവിച്ചിട്ടുണ്ടാവും. വളരെ ഗൗരവക്കാരനായ ഈക്കയും തങ്ങന്മാരുടെ മുന്നിൽ സൗമ്യനാവാറുണ്ടായിരുന്നല്ലോ. നീ വല്ലിപ്പാനെ പറയിപ്പിക്കല്ലേ എന്നതിൽ കവിഞ്ഞ് ഈക്കെ തങ്ങന്മാരോട് ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെയാണ് ഹംസ ഉസ്താദും. ഞങ്ങൾ ചിത്താരിയിലും സഅദിയയിലും അൽ മഖറിലും ഒരുപാട് തവണ ഒത്തുകൂടിയിട്ടുണ്ട്. മുഷാവറയിലും സമ്മേളനങ്ങളിലും വിദേശത്തു വെച്ചും പലതവണ കണ്ടുമുട്ടി. തളിപ്പറമ്പ് ഭാഗത്തുകൂടി എങ്ങോട്ട് പോകുമ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലാറുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലും പലതവണ വന്നിട്ടുണ്ട്. പിന്നീട് വ്യക്തിപരമായ പല കാര്യങ്ങളും എന്നോട് കൂടിയാലോചിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ അടുക്കുകയായിരുന്നു. സംഘടനാ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിൽ പോയത് ഇന്നലെ എന്ന പോലെ ഓർമ്മയുണ്ട്. സാമ്പത്തിക ശുദ്ധിയിൽ മാതൃകയാക്കേണ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അഗാധമായ അറിവിൻ്റെയും ആദർശ ധീരതയുടെയും പ്രതിരൂപമായിരുന്നു ചിത്താരി. എത്ര ക്ഷീണിച്ച യാത്രയിലും ആരാധനയിലെ പതിവ് ചര്യകൾക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ദീനിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാത്ത തുറന്ന മനസ്സിന്റെ ഉടമയായിരുന്നു. ഞങ്ങളുടെ ഭാര്യമാരും നല്ല ബന്ധം പുലർത്തിയിരുന്നു. എൻ്റെ ഭാര്യ രോഗം കാരണം വിശ്രമിക്കുമ്പോൾ പലതവണ അവർ കാണാനെത്തുകയുണ്ടായി. ആളുകളെ തിരിച്ചറിയാനും ഓർത്തെടുക്കാനും കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ ഉസ്താദിന്റെ ഭാര്യ വല്ലാതെ സങ്കടപ്പെട്ടു. അഭിമുഖീകരിക്കാനുള്ള വിഷമം കാരണം പിന്നെ കാണാൻ വന്നിട്ടില്ല. എന്നാൽ എൻ്റെ ഭാര്യയുടെ മുന്നേ ഉസ്താദിന്റെ ഭാര്യ വഫാത്തായി. അപ്പോൾ ഞാൻ ആശ്വാസവാക്കുകളുമായി എത്തിയപ്പോൾ റബ്ബിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് ധീരമായി പ്രതികരിച്ചു. ജീവിതം കൊണ്ട് ദീനിനും സുന്നത്ത് ജമാഅത്തിനും നിറയെ അടയാളങ്ങൾ ബാക്കി വെച്ചാണ് അദ്ദേഹം യാത്രയായത്. കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചു കഴിയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.